മുന്തിയ ഒന്നാമനായ ഒരു ഗജലോക തിരുമകൻ, അവനൊരു ഗജരാജ തിരുമകനാണ്. വീണ്ടും തുമ്പിക്കൈ ഉയർത്തി ആരാധകരുടെ അഭിസംബോധന, വീണ്ടും തുമ്പിക്കൈ ഉയർത്തി ആരാധകരുടെ അഭിസംബോധന. സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഇത്രയധികം ആരാധകരുള്ള ആനയുണ്ടോ? ഇത്രയധികം വികാരമുള്ള, ഇത്രയധികം ഹൃദയവായ്പുള്ള, ഇത്രയധികം പേർ നെഞ്ചോട് ചേർക്കുന്ന ആബാലവൃദ്ധം. അതിൽ ചെറിയ കുട്ടികളുടെ സ്കേൻ, അതിൽ പ്രായമായവരുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്. രാമൻ ആരാധകർക്ക് അങ്ങനെ പ്രായഭേദങ്ങളില്ല. വലിയ പ്രായം, നേരത്തെ ഒരു 98 വയസ്സങ്ങനെ പ്രായമുള്ള, വലിയ പ്രായമുള്ള ഒരു അമ്മയെ കണ്ടിരുന്നു. രാമനെ കാണാൻ വന്നതാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പക്ഷെ നോക്കിയിട്ട് കാണാനില്ല, ഏതെങ്കിലും തിരക്കിൽ നിന്ന് മാറി നിൽക്കുകയായിരിക്കും. അങ്ങനെ 98 വയസ്സ് മുതൽ 9 വയസ്സ് മുതൽ 3 വയസ്സ് മുതൽ 2 വയസ്സ് മുതൽ പ്രായമുള്ള കുഞ്ഞുങ്ങളടക്കം തെച്ചിക്കോട്ടുകാവ് രാമന് ഇത്രയധികം ലോകത്താരാധകരുള്ള മറ്റൊരു ആനയുണ്ടോ എന്ന് സംശയമാണ്. ഇക്കുറി രാമനുണ്ടോ എന്ന് സംശയമുണ്ടായിരുന്നു. നീതലക്കാവിന്റെ ഇടംബേക്കാൻ ഇക്കുറി രാമനില്ല എന്ന് പറഞ്ഞപ്പോൾ ആരാധകരുടെ ഹൃദയത്തിൽ ആശങ്കയുടെ വെള്ളടി വെട്ടിയതാണ്. രാമനിക്കുറി ഉണ്ടാകുമോ? രാമനിക്കുറി ഉണ്ട്. ആരെങ്കിലും മാറ്റി നിർത്താൻ നോക്കിയാൽ അത് നടക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനത്തിൽ രാമനിക്കുറി പൂരനഗരിയിലുണ്ട്. രാമൻ ഇടംപേറ്റിക്കൊണ്ട് ആരാധകരെ നോക്കിക്കൊണ്ട് രാമൻ മന്ദം അവന്റെ ആരാധകരിലേക്ക് ഇറങ്ങുകയാണ്. എന്തായാലും രാമനെ ഇത്രത്തോളം പ്രോത്സാഹിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് രാമൻ വീണ്ടും വന്നു. അതെ, ഇതൊരു ദൈവനിയോഗമാണ്. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ പൂരത്തിന് വരണം എന്നുള്ളത് ശ്രീ കാർത്തികേയൻ ഭഗവതിയും തെച്ചിക്കോട്ടുകാവിൽ അമ്മയുടെയും ദൃഢനിശ്ചയമാണ്. അതിൽ പല കാറും കോളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എല്ലാ ചാനലും ഉൾപ്പെടെ പറഞ്ഞതാണ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ രാമനുണ്ടോ സംശയം ഉണ്ടായിരുന്നു. ഇല്ല, അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഒരു ഭഗവതിയുടെ നിശ്ചയമാണ്. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ തെക്കേ ഗോപുരം കടക്കണം എന്നുള്ളത് അത് സാക്ഷാത്കരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം കമ്മിറ്റിയോടൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഈ സമയത്ത് ഞങ്ങൾക്ക് ആനയെ വിട്ടു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അയ്യോ, അതൊരു വിസ്മയമല്ലേ? അത് 7 ലോകമഹാത്മ്യം 8ാമത്തെ അല്ലേ? അത് 1ാമത്തെ ആണോ? അല്ല, 8ാമത്തെയാണ്. അപ്പൊ SKN ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റാണ് ഇക്കുറി തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഇങ്ങോട്ടേക്ക് എത്തിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ അറിയുന്നത് പോലെ നേരത്തെ നീതലക്കാവിന്റെ തിടമ്പേറ്റാൻ രാമനില്ല എന്ന് പറഞ്ഞപ്പോൾ ആരാധകരുടെ ഹൃദയത്തിന്റെ ഇടനെഞ്ചിൽ ഒരു വെള്ളടി വെട്ടിയതാണ്. രാമനില്ലെങ്കിൽ എന്തു പൂരം എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്, കണ്ണീർ വാർത്തവരുണ്ട്, ചങ്ക് പടഞ്ഞവരുണ്ട്. നമ്മൾ വാർത്ത കൊടുത്തു ഒരുപക്ഷെ രാമനുണ്ടാവാൻ ഇടയില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മളെ വിളിച്ച ആൾക്കാർ, നമ്മുടെ സൂരജിനെ വിളിച്ച ആൾക്കാർ, നമ്മുടെ അവിടുത്തെ ഫോണിലേക്ക് 24ന്റെ കൊച്ചി നമ്പറിലേക്ക് വിളിച്ച ആൾക്കാരുടെ എണ്ണം എത്രയാണ് SKN? അത്രത്തോളം ആരാധകരുള്ള രാമന് പൂരനഗരിയിലേക്ക് എത്താതിരിക്കാൻ കഴിയില്ല. പൂരനഗരിയിൽ അങ്ങനെ ഒരൊറ്റയ്ക്കൊരു കൊമ്പനായി, ഒരു സമാനതകൾക്ക് അർഹതയില്ലാത്തവനായി, ഏതെങ്കിലും തരത്തിൽ ഒരു സാമ്യതകൾക്ക് ഒരു മറുപേര് പറയാനില്ലാത്തവനായി ഇവിടെ ഒറ്റ കൊമ്പിൽ ഒറ്റ നിലവിൽ ഒരേ ഒരു ആവേശം, ഒരേ ഒരു വികാരത്തിൽ ഏകഛത്രാധിപതി ആനലോകത്തിന്റെ മുടിചൂടാ മന്നൻ പേരില്ലാത്ത പകരക്കാരില്ലാത്ത ഒരു അമരക്കാരനാണ്. തെച്ചിക്കോട്ടുകാവിന്റെ പാപ്പാനോടൊന്ന് സംസാരിച്ചു നോക്കാൻ പറ്റുമോ നോക്കട്ടെ SKN. ചേട്ടാ നമസ്കാരം. വിളിച്ചോണ്ടിരിക്കല്ലേ? ക്ഷീണമുണ്ടോ? ഇല്ല, ക്ഷീണമൊന്നുമില്ല. നമ്മുടെ പോരല്ലേ? ഞാൻ ഈ കൊമ്പലും തൊട്ടോട്ടെ, പ്രശ്നമുണ്ടോ? വേണ്ട, ഒരു ഇഷ്ടം കൊണ്ട് ചോദിച്ചാ. എന്തായാലും അവന് നിപ്പ വേണോ? തൊട്ടോട്ടെ. SKN തൊട്ടു. SKN തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ തൊട്ട SKN നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന് തൊടാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അത് ആരാധകരുടെ ഒരുപാട് പേരുടെ വലിയ കൊതിയാണ് ആ തൊടൽ. എന്തായാലും രാമൻ പുറത്തേക്ക് ഇറങ്ങുന്നു. രാമൻ ആരാധകർ തൃപ്തരാകുന്നു. അവർ 100% സംതൃപ്തരാകുന്നു. കാര്യം 1 അല്ല 2 അല്ല 3 ആവർത്തി രാമൻ ആരാധകർക്ക് നേരെ അവന്റെ തുമ്പിക്കൈ ഉയർത്തി അഭിവാദ്യം ചെയ്തതിനു ശേഷമാണ്, പ്രത്യഭിവാദ്യം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് പൂരനഗരിയിൽ മറ്റൊരു പൂരനഗരിയിൽ ഒരു രാമൻ പൂരം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാമൻ അങ്ങോട്ടേക്ക് എത്തുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഈ പൂരത്തിൽ ഉണ്ടാകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്ന മണിക്കൂറുകളുണ്ടായിരുന്നു. അപ്പോഴേക്കും ആരാധകർ വലിയ പ്രതിഷേധമല്ല, ഒരു സങ്കടം ഉണ്ടാവും. രാമനില്ലാതെ അവർക്ക് പൂരമില്ലല്ലോ SKN. രാമനില്ലാതെ അവർക്ക് പൂരമില്ല. രാമനില്ലാതെ അവർക്ക് പൂര വിളംബരം പോലും ഇല്ലാത്ത കുറേയധികം ആരാധകരുണ്ട്. ആരാധകരുടെ സങ്കടത്തിന് മുകളിൽ അവിടെ ഇക്കുറി നീതലക്കാവിൽ അമ്മയുടെ തിളം വല്ല ഏറ്റുന്നതെങ്കിൽ കൂടിയും പൂരത്തിലേക്ക് രാമൻ എത്തി നിൽക്കുന്നു. പൂരത്തിലേക്ക് രാമൻ ആ തലപ്പൊക്കത്തലങ്ങനെ നിൽക്കുന്നു. ഇവൻ ആരാധകരുടെ കൺമണി, ആരാധകരുടെ പ്രിയപ്പെട്ടവൻ, ആരാധകരുടെ ഒറ്റപ്പേരുകാരൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ.